ഇന്ന് കാറ് ഞാൻ സർവീസിന് കൊടുത്തപ്പോൾ കിട്ടിയ നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ. സാധാരണ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് കാറ് സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അവർ രാവിലെ വന്ന് പിക്ക് ചെയ്യും, വൈകുന്നേരം കൊടുന്നു തരും, വിളിച്ച് പറയും ഇന്നതൊക്കെ മാറ്റാനുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ടൊരു 7600 അല്ലെങ്കിൽ 8300 ഒക്കെ ആയിട്ടൊരു ബില്ല്, ഇത്ര നീളത്തൊരു ബില്ല് തരും. ആ ബില്ലിൻ്റെ അടിയത്തെ എമൗണ്ട് നമ്മൾ പേ ചെയ്യും. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ മണ്ണാർക്കാട് ഷോറൂമിലാണ് ഇപ്രാവശ്യം വണ്ടി എടുത്തത്. അവർ രാവിലെ വന്നൊരു പയ്യൻ വണ്ടി കൊണ്ടുപോയി ഒരു 10-11 മണിക്ക് അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ സർവീസ് അഡ്വൈസർ ഉണ്ടാവും, പിന്നെ കുറച്ച് ടെക്നീഷ്യൻസും മറ്റൊക്കെ ഉണ്ടാവും, പ്ലസ് നമ്മളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ അവരപ്പം തന്നെ പറഞ്ഞു തരും, എന്തൊക്കെ മാറ്റാനുണ്ട്, ഓരോന്നിനും കോസ്റ്റുകൾ പറഞ്ഞു തരും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തോ എന്നൊന്നും സാധാരണ ഇത്രയും കാലം കൊടുത്തതിന് നമുക്കറിയില്ല. കാരണം അവർ ഓയിൽ ചേഞ്ച് ചെയ്തു എന്ന് പറയും, കൂളൻ്റ് മാറ്റി എന്നൊക്കെ പറയും. അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. എത്ര ഒരു പ്രീമിയം വർക്ക്ഷോപ്പ് ആണെങ്കിലും നമുക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടല്ലോ. അതായത് വണ്ടി ഇവരെടുത്ത് കൊണ്ടുപോകണം, നമ്മളവിടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് നിൽക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഇവർ വീഡിയോ എടുത്തിട്ട് നമ്മൾ ആ ഗ്രൂപ്പിലിടും. ഇപ്പോൾ കൂളൻ്റ് മാറ്റുന്നതും അതുപോലെ എൻജിൻ ഓയിൽ മാറ്റുന്നതും എല്ലാം ആ വീഡിയോ സഹിതം ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടും. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാനും പറ്റും. അതായത് നമ്മളുടെ ഒരു പ്രസൻസ് അവിടെ ഇല്ലെങ്കിലും അത് നമ്മൾ ആ സർവീസ് നല്ല സ്മൂത്തായിട്ട് നടക്കും. യാതൊരു ട്രസ്റ്റ് ഇഷ്യൂ ഇല്ല. കൂളൻ്റ് മാറ്റിയെന്ന് നമുക്ക് ഉറപ്പിക്കാം, ഓയിൽ മാറ്റിയെന്ന് നമുക്ക് ഉറപ്പിക്കാം. ബാക്കിയുള്ള നമുക്ക് കാണുന്ന സ്പെയറൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പുതിയതാണെന്നറിയാം. പക്ഷേ എൻജിൻ ഓയിൽ കൂളൻ്റൊക്കെ മാറ്റിയോ ഇല്ലേ എന്ന് ഒരിക്കലും നമുക്കറിയില്ലല്ലോ. അപ്പോൾ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. മറ്റുള്ള വർക്ക്ഷോപ്പുകാർക്കൊക്കെ ഇത് അനുകരിക്കാവുന്നതാണ്. ഈ ലോക്കൽ വർക്ക്ഷോപ്പുകാർക്ക് പോലും ഇത് അനുകരിക്കാവുന്ന വളരെ നല്ല കാര്യം കേട്ടോ. അപ്പോൾ നെക്സ ഷോറൂം മണ്ണാർക്കാടാൻ കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു പ്രീമിയം സെറ്റപ്പായിട്ട് അത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ആദ്യമായിട്ടാണോ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്.